ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വ്ളാദിമിർ പുടിനും ഇസ്ലാമും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റഷ്യയെ പറ്റി പറയുവാണെങ്കിൽ റഷ്യ വളരെ വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ലക്ഷക്കണക്കിന് കിലോമീറ്റർ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. അപ്പോൾ ഇന്നത്തെ റഷ്യയുടെ ജനസംഖ്യ നോക്കുവാണെങ്കിൽ റഷ്യയിൽ 14 കോടിയോളം ജനങ്ങളുണ്ട്. അപ്പോൾ അവിടെയാണ് റഷ്യയുടെ ഒരു പ്രത്യേകത. കാരണം റഷ്യയുടെ വിശാലമായ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ റഷ്യയുടെ ജനസംഖ്യ ബംഗ്ലാദേശിലും വളരെ കുറവാണ്. അല്ലെങ്കിൽ 2 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും കൂടി ജോയിൻ ചെയ്ത പോപ്പുലേഷനിലും കുറവാണ്. അങ്ങനെ ഭയങ്കര അധികം സ്പ്രെഡ് ആയിട്ടുള്ള രാജ്യമാണ് റഷ്യ. ഇനി റഷ്യയുടെ നമ്മൾ വംശീയമായ ഒരു ബ്രേക്ക് ഡൗൺ നോക്കുവാണെങ്കിൽ റഷ്യയിൽ മെജോറിറ്റി റഷ്യൻ വംശജരാണ്. ഇനി റഷ്യയിൽ ധാരാളം ന്യൂനപക്ഷങ്ങളുണ്ട്. ഉദാഹരണം ടട്ടറുകൾ, ബഷ്കീറുകൾ, ഉക്രൈനികൾ, അങ്ങനെ പല രീതിയിലുള്ള വംശീയ ഭാഷാ ന്യൂനപക്ഷങ്ങൾ റഷ്യയിലുണ്ട്. ഇനി റഷ്യയിലെ ഭാഷ നോക്കുവാണെങ്കിൽ ബഹുഭൂരിപക്ഷം സംസാരിക്കുന്ന ഭാഷ റഷ്യൻ ഭാഷയാണ്. പിന്നീട് വരുന്ന ഭാഷകളാണ് ടട്ടർ ഭാഷ, റഷ്യയിലെ ടട്ടർ മുസ്ലിങ്ങൾ സംസാരിക്കുന്നതാണ്. അതുപോലെ ചെച്ചൻ ഭാഷ, അങ്ങനെ പലവിധ ഭാഷകൾ. അപ്പോൾ റഷ്യ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡൈവേഴ്സ് ആയ ഒരു രാജ്യമാണ്. ഇനി നമ്മൾ റഷ്യയുടെ ചരിത്രം നോക്കുവാണെങ്കിൽ പണ്ട് റൂസ് എന്ന് പറഞ്ഞ ഒരു ഗോത്രത്തിൽ നിന്നാണ് റഷ്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാവുന്നത്. അപ്പോൾ അവരാണ് ഇപ്പോഴത്തെ റഷ്യയുടെ ഭാഗങ്ങളെല്ലാം കീഴടക്കിയത്. അപ്പോൾ 1000-1200 കൊല്ലം മുമ്പ് നോക്കുവാണെങ്കിൽ അന്നത്തെ റഷ്യയുടെ സൈസ് വളരെ ചെറുതായിരുന്നു. ഇന്നത്തെ റഷ്യയുടെയും ഉക്രൈൻ്റെയും ഭാഗങ്ങളുള്ള ഒരു ചെറിയ രാജ്യമായിരുന്നു അന്നത്തെ റഷ്യ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ചരിത്രം നിർണ്ണയിക്കപ്പെട്ട വലിയൊരു സംഭവമുണ്ട്. അതായത് AD 988 അവിടുത്തെ രാജകുമാരൻ അന്നത്തെ ബൈസന്റൈൻ അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ രാജകുമാരിനെ വിവാഹം കഴിക്കും. അങ്ങനെ അന്നത്തെ ഒരു റഷ്യൻ രാജകുമാരനായിരുന്ന വ്ളാദിമിർ മാമോദീസ മുങ്ങുവാണ്. അങ്ങനെയാണ് വ്ളാദിമിറിന്റെ ജനങ്ങളും പിൽക്കാലത്ത് റഷ്യയും ഒരു ക്രിസ്ത്യൻ രാജ്യമായി മാറുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ രാജ്യമാണ്. അപ്പോൾ അതൊരിക്കലും ഒരു കാത്തലിക് രാജ്യമല്ല, അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റന്റ് രാജ്യവുമല്ല. അതൊരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് റഷ്യ. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യ പിൽക്കാലത്ത് റഷ്യയിലെ ജനങ്ങളെല്ലാം ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കും. അപ്പോൾ റഷ്യയിലെ രാജാക്കന്മാർ റഷ്യനെ ഒരു 3ാമത്തെ റോമാക്കി മാറ്റും. അപ്പോൾ 1ാമത്തെ റോം എന്ന് പറഞ്ഞാൽ നമ്മുടെ വത്തിക്കാനിൽ, 2ാമത്തെ റോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ. അപ്പോൾ അതിന് പകരമായിട്ടൊരു 3ാമത്തെ റോമായിട്ട് റഷ്യയിലെ ഭരണാധികാരികൾ റഷ്യനെ മാറ്റും. ഇനി റഷ്യയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ റഷ്യ ഏറെക്കുറെ കാലം റഷ്യ ഭരിച്ചത് മംഗോളുകൾ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. അവർ വളരെ വലിയ പോരാളികളാണ്. അവർ വലിയൊരു സാമ്രാജ്യം ഭരിച്ചവരാണ്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ചൈന മുതൽ ഹംഗറി വരെ ഒരു വലിയ സാമ്രാജ്യം ഭരിച്ച ഒരു സാമ്രാജ്യമാണ് മംഗോൾ സാമ്രാജ്യം. അപ്പോൾ 100 കണക്കിന് കൊല്ലം റഷ്യയെ ഭരിച്ചത് മംഗോളുകളാണ്. അപ്പോൾ റഷ്യയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ആ പീരീഡ് ഒരു ഡാർക്ക് ഏജ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ അവർ ആ പീരീഡിനെ മംഗോൾ യോക്ക് എന്നാണ് പറയുന്നത്. ഒരു വലിയ ഭാരം പോലെയാണ് അവർ പറയുന്നത്. പിന്നീട് ഒരു 13-14 നൂറ്റാണ്ടിലാണ് റഷ്യക്കാരെ മംഗോളുകളെ പരാജയപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 14-15 നൂറ്റാണ്ട് മുതൽ റഷ്യയിൽ ഒരു പുതിയ രാജവംശം വരും. ആ രാജവംശത്തിൻ്റെ പേരാണ് റോമനോവ് രാജവംശം. അങ്ങനെ റഷ്യക്കാർ ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കും. അന്നത്തെ ശക്തമായ പോളണ്ട്, ലിത്വാനിയ, സ്വീഡൻ, അങ്ങനെ പല പല രാജ്യങ്ങൾ, ഒട്ടോമൻ തുർക്കി, മധ്യേഷ്യയിലെ പല പല മുസ്ലിം രാജ്യങ്ങൾ, ഇതിനെല്ലാം റഷ്യ ആക്രമിക്കും. അപ്പോൾ നമ്മൾ റഷ്യയുടെ മാപ്പ് നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാം, ഒരു 16-17 നൂറ്റാണ്ടാവുമ്പോഴേക്കും റഷ്യ വളരെയധികം ആധുനികവൽക്കരിക്കാൻ തുടങ്ങും. ഇപ്പോൾ റഷ്യയിൽ ശക്തനായ ഒരു രാജാവ് വരും. അദ്ദേഹത്തിൻ്റെ പേരാണ് പീറ്റർ രാജകുമാരൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ റഷ്യ ഭയങ്കര പാശ്ചാത്യവൽക്കരിക്കപ്പെടും. റഷ്യയുടെ ആർമിയൊക്കെ മോഡേണൈസ്ഡ് ആവും, റഷ്യയുടെ നേവി മോഡേണൈസ്ഡ് ആവും, റഷ്യയിലെ സയൻസ് ആൻഡ് ടെക്നോളജി വളരും. അങ്ങനെ പിൽക്കാലത്ത് ഈ റോമനോവ് എന്ന് പറഞ്ഞ രാജവംശത്തിൻ്റെ കീഴിൽ, രാജാക്കന്മാരുടെ കീഴിൽ റഷ്യ ഏഷ്യയിലും യൂറോപ്പിലും പല ഭാഗങ്ങൾ കീഴടക്കും. അങ്ങനെ ഒരു 19 നൂറ്റാണ്ടാവുമ്പോഴേക്കും റഷ്യ പസഫിക്കിൻ്റെ അത്രയും കീഴടക്കും.
അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സൈസിലേക്ക് റഷ്യ വരുന്നത്. ഇനി റഷ്യൻ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ പൊതുവെ യൂറോപ്പിലെ ഏറ്റവും വലിയൊരു ശക്തമായ സാമ്രാജ്യമായിരിക്കും. റഷ്യ ഒരു ഓർത്തഡോക്സ് ഭൂരിപക്ഷ രാജ്യമായിരിക്കും. അപ്പോൾ റഷ്യൻ രാജാക്കന്മാർ എന്നും പിന്തുണയ്ക്കുന്നത് ഓർത്തഡോക്സ് മതത്തെയാണ്. അപ്പം അന്ന് തുടങ്ങി റഷ്യയുടെ സാമ്രാജ്യത്തിൽ ഒരു വലിയ മുസ്ലിം മൈനോറിറ്റി ഉണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന പല റഷ്യൻ പ്രദേശങ്ങളും പണ്ട് മുസ്ലിം ഭരണത്തിലായിരിക്കും. അതെല്ലാം കീഴടക്കിയും തകർത്തുമാണ് ഇപ്പോഴത്തെ റഷ്യ സ്ഥാപിക്കുക. അങ്ങനെ റഷ്യ എവിടെയെല്ലാം ഭരിക്കുന്നു അവിടെയെല്ലാം റഷ്യൻ രാജാക്കന്മാർ റഷ്യൻ ഭാഷയ്ക്കും റഷ്യൻ സംസ്കാരത്തിനെല്ലാം സംരക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് അത് യൂറോപ്പിൽ മൊത്തം സ്പ്രെഡാകും. അങ്ങനെ യൂറോപ്പിലെ ഒരു വലിയ സാമ്രാജ്യമായിരിക്കും റഷ്യ. ഇനി നമ്മൾ ഒന്നാം ലോകമഹായുദ്ധം നോക്കുവാണെങ്കിൽ റഷ്യ ലോകമഹായുദ്ധത്തിലേക്ക് എൻട്രി ചെയ്യും. അപ്പോൾ റഷ്യക്ക് ഭയങ്കര നാശനഷ്ടങ്ങൾ ഉണ്ടാവും. ലക്ഷക്കണക്കിന് ഭടന്മാർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്യും. അങ്ങനെ അവസാനം റഷ്യ തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്മാറും. അങ്ങനെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ റഷ്യ ജയിക്കുമെങ്കിലും റഷ്യക്ക് കാര്യമായിട്ട് ഗുണമുണ്ടാവില്ല. അപ്പോൾ അതിനുശേഷമാണ് റഷ്യയിൽ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം വരുന്നത്, അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം. അതിന് നേതൃത്വം കൊടുക്കുന്നത് വ്ളാഡിമിർ ലെനിനാണ്. അങ്ങനെ റഷ്യയിലെ ഒരു രാജഭരണകൂടം നിലത്തേക്ക് വീഴും. അങ്ങനെയാണ് റഷ്യ നമ്മൾ നോക്കുവാണെങ്കിൽ സോവിയറ്റ് യൂണിയനായി തീരും. അങ്ങനെ റഷ്യ പിന്നീട് ഒരു വലിയ ആഭ്യന്തര യുദ്ധം കാണും. അതൊരു വലിയ യുദ്ധമായിരിക്കും. ഏകദേശം 1 കോടിയോളം പേര് മരിക്കും. അതിനുശേഷം റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് പോകും. അങ്ങനെ 1918 മുതൽ 1991 വരെ റഷ്യ സോവിയറ്റ് ഭരണത്തിലാണ്. ഇപ്പോൾ സോവിയറ്റ് ഭരണം നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യയിൽ ശക്തന്മാരായ ഭരണാധികാരികളുണ്ടാവും. ഇപ്പം ലെനിൻ, സ്റ്റാലിൻ, അതുപോലെ തന്നെ ക്രൂഷ്ചേവ്. അപ്പോൾ റഷ്യയിൽ വളരെയധികം മാറ്റം കാണുന്ന ഒരു പീരീഡാണ് ഈ 70 കൊല്ലത്തെ സോവിയറ്റ് ഭരണം. റഷ്യ ഒരു പിന്നോക്ക രാജ്യത്തിൽ നിന്ന് ഒരു ലോകശക്തിയായി മാറും, ഒരു ആണവ ശക്തിയായി മാറും. റഷ്യൻ സൈന്യം വളരെ ശക്തമായ സൈന്യമായിരിക്കും. റഷ്യ ലോകത്ത് പല ആയുധങ്ങളും കണ്ടുപിടിക്കും. AK-47 അടക്കം, വൻ മിസൈലുകളടക്കം, അണുബോംബടക്കം പലതും റഷ്യ നിർമ്മിക്കും. അങ്ങനെ റഷ്യ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു വൻ ശക്തിയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. സാമ്പത്തികമായിട്ട് റഷ്യയിൽ ധാരാളം റിസോഴ്സുകളുണ്ട്. ഇരുമ്പുണ്ട്, ഉരുക്കുണ്ട്, കോളുണ്ട്, പലവിധ കൃഷിഭൂമിയുണ്ട്. അങ്ങനെ പലവിധ മിനറൽസും വ്യവസായങ്ങളും കൊണ്ട് റഷ്യ ഭയങ്കര സമ്പന്നമാവും. റഷ്യ വളരെ ശക്തമാവും. അപ്പം ഇക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തി റഷ്യയായിരിക്കും. അങ്ങനെ 91-ലാണ് സോവിയറ്റ് യൂണിയൻ പല കാരണങ്ങൾ കൊണ്ട് തകരുന്നത്. അങ്ങനെ ആ സമയത്തേക്ക് റഷ്യ ഒരു ലോകശക്തിയായി കാണും. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ സോവിയറ്റ് കാലം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ മതങ്ങൾക്ക് ഭയങ്കര അടിച്ചമർത്തലായിരിക്കും. അപ്പോൾ റഷ്യൻ ഗവൺമെൻറ് ക്രിസ്ത്യാനിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തും. അപ്പം അന്ന് പള്ളികളൊക്കെ സൈനികർക്ക് താമസിക്കാനുള്ള സ്ഥലവും അതുപോലെ അരിയും ഗോതമ്പും വെക്കാനുള്ള സ്ഥലമൊക്കെ ആക്കും. അപ്പം ഇതേ അവസ്ഥ തന്നെയാണ് ഇസ്ലാമിനും ഫേസ് ചെയ്യുന്നത്. ഇസ്ലാമിനും ഭയങ്കര ശക്തമായ അടിച്ചമർത്തൽ സോവിയറ്റ് കാലത്ത് ഉണ്ടാവും. പലപ്പോഴും പല മുക്രിമാരെയൊക്കെ കൊന്നുകളയും. ഇപ്പം നമ്മുടെ ഇന്നത്തെ മധ്യേഷ്യ നോക്കുവാണെങ്കിൽ, അതായത് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇവിടെ എല്ലാം മതത്തിന് ഭയങ്കര അടിച്ചമർത്തലുണ്ടാവും. ഇപ്പം ഇന്നും ഈ രാജ്യങ്ങളിൽ നോക്കുവാണെങ്കിൽ മതപരമായിട്ടുള്ളൊരു റൈസ് വളരെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ സോവിയറ്റ് കാലത്ത് ഗവൺമെൻറ് സപ്പോർട്ടഡ് യുക്തിവാദമായിരിക്കും ഗവൺമെൻറ് അടിച്ചമർത്തുന്നത്, കുത്തിവെക്കുന്നത്. അങ്ങനെ സോവിയറ്റ് യൂണിയന് ശേഷം 1991 നമ്മൾ നോക്കുവാണെങ്കിൽ സോവിയറ്റ് യൂണിയൻ തകരുവാണ്. അതൊരു വലിയ തകർച്ചയാണ്. അതിനുശേഷം റഷ്യ പുതിയൊരു രാജ്യമാകും. കൂടാതെ 15ഓളം പുതിയ രാജ്യങ്ങളും റഷ്യക്കുള്ളിൽ പിറവികൊള്ളും. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, അങ്ങനെ പല പല രാജ്യങ്ങൾ. ഇതിനുശേഷം റഷ്യയിൽ ജനാധിപത്യം വരുവാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ള ഒരു 10 കൊല്ലം 1991 മുതൽ ഒരു 2000 വരെ റഷ്യയിൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. ഭയങ്കര സാമ്പത്തികമായ പ്രശ്നം ഉണ്ടാവും. രാജ്യത്ത് ഭയങ്കര അഴിമതിയായിരിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വരും. റഷ്യയിൽ സമാധാനം പോവും. ഈ മാഫിയൊക്കെ വലിയ പ്രശ്നവും. സാധാരണക്കാരെ റഷ്യക്കാർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ചുറ്റുമുള്ള രാജ്യങ്ങൾ റഷ്യനെ പോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ റഷ്യയെ സംബന്ധിച്ചൊരു കണ്ടക ശനിയാണ് ഈ പീരീഡ്. അങ്ങനെ അന്നത്തെ റഷ്യയിലെ ഒരു പ്രവിശ്യയാണ് ചെച്നിയ. നമ്മുടെ കാശ്മീർ പോലത്തെ ഒരു മുസ്ലിം മെജോറിറ്റി പ്രവിശ്യയാണ്. അപ്പോൾ ഈ ചെച്നിയ ഒരു സ്വതന്ത്ര രാജ്യം വരെയാകും. ആഗോള ജിഹാദി മൂവ്മെൻറ്റുകളൊക്കെ ചെച്നിയയിലേക്ക് വരും.
റഷ്യൻ സൈന്യം പരാജയപ്പെടും, ആയിരക്കണക്കിന് റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്യും. അങ്ങനെ റഷ്യ എല്ലാം കൊണ്ടും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അന്ന് ലോകരാജ്യങ്ങൾ റഷ്യനെ മൈൻഡ് ചെയ്യുന്നില്ല. റഷ്യ ഭയങ്കര ദാരിദ്ര്യമാണ്, റഷ്യയിൽ ഭയങ്കര കള്ളപ്പണത്തിൻ്റെ പ്രശ്നമാണ്, റഷ്യയിൽ ഭയങ്കര മാഫിയ പ്രശ്നമുണ്ട്, ആർക്കും സുരക്ഷയില്ല, ആകെപ്പാട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ സമയത്ത് റഷ്യയിൽ വരുന്നൊരു ഭരണാധികാരിയാണ് വ്ളാദിമിറോവിച്ച് പുടിൻ. അപ്പോൾ ഈ പുടിൻ എന്ന് പറഞ്ഞാൽ ഒരു പഴയ റഷ്യൻ ചാരനാണ്, പഴയ KGBയുടെ ചാരനാണ്, ഒരു ജൂഡോ വിദഗ്ധനൊക്കെയാണ്. അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന റഷ്യയെ ഉയർത്തിക്കൊണ്ടിരുന്നൊരു നേതാവാണ് വ്ളാദിമിർ പുടിൻ. അപ്പോൾ 2000-ലാണ് പുടിൻ കയറുന്നത്. പുടിൻ കയറിയ സമയത്ത് പുടിൻ ചെച്നിയയിലെ ഇസ്ലാമിക ഭീകരരെ അടിച്ചമർത്തിക്കളയും. വളരെ ക്രൂരമായിട്ട് ഏകദേശം 100,000-ഓളം പേര് കൊല്ലപ്പെടുന്നൊരു യുദ്ധം ഉണ്ടാവും. അങ്ങനെ പുടിൻ ചെച്നിയെ തിരികെ പിടിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് റഷ്യക്ക് ഇസ്ലാമുമായിട്ട് അത്ര നല്ല ബന്ധമല്ല. അപ്പോൾ ഇസ്ലാമിനെ ഒരു ഭീകര ഇതായിട്ടാണ് പൊതു റഷ്യക്കാർ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെച്നിയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനെ ആകെ ഇഷ്യൂസിലാണ്. റഷ്യയിൽ ആകമാനം ഭീകര ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ റഷ്യയിൽ ഭയങ്കര പ്രശ്നങ്ങളുള്ള സമയമാണ്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ പുടിൻ വളരെ ശക്തനായ ഒരു ഭരണാധികാരിയാണ്. ഇനി നമ്മൾ ഇസ്ലാം മതം നോക്കുവാണെങ്കിൽ ഇസ്ലാം മതം ഒരു മതത്തിലുപരി ഒരു ഭയങ്കര ശക്തമായ ഭരണവ്യവസ്ഥയാണ്. അപ്പോൾ ലോകത്തിലെ പല ശക്തരായ ഭരണാധികാരികളും ഇസ്ലാമിനോട് അഡ്മിറേഷൻ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണം നെപ്പോളിയൻ ഇസ്ലാമിൻ്റെ ഒരു ഭരണവ്യവസ്ഥയെ വളരെയധികം ബഹുമാനിച്ച വ്യക്തിയാണ്. അതുപോലെ ഹിറ്റ്ലർ, അതുപോലെ മുസോളിനി, ഇവരെല്ലാം ഇസ്ലാമിൻ്റെ ഭരണവ്യവസ്ഥയോടും ശക്തമായ മിലിറ്ററി വ്യവസ്ഥയോടും ഭയങ്കര അഡ്മിറേഷൻ കാണിച്ചിട്ടുള്ള ഭരണാധികാരികളാണ്. അപ്പോൾ അതുപോലെ പുടിനിലും ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. കാലക്രമേണ പുടിൻ ഇസ്ലാമുമായിട്ട് നല്ല ബന്ധം ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അത് പുടിൻ്റെ റഷ്യക്കകത്തുള്ള പോളിസി, പുടിൻ്റെ റഷ്യയുടെ ഫോറിൻ പോളിസീനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് നമുക്ക് കാണാം. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചെച്നിയെ തന്നെ തുടങ്ങാം. മുസ്ലിം മെജോറിറ്റിയായ ചെച്നിയയിലുണ്ടായ പ്രശ്നത്തിലാണ് റഷ്യയിൽ വലിയൊരു പ്രശ്നം വരുന്നത്. അതിനടിച്ചമർത്തിയാണ് പുടിൻ കയറുന്നത്. തുടർന്ന് പുടിൻ ചെച്നിയയിലെ ജനങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനാണ് നോക്കുക. അപ്പോൾ അന്നത്തെ ചെച്നിയയിലെ ഒരു യുദ്ധപ്രഭുവാണ് റംസാൻ കദിറോവ്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകനുമായിട്ടും റഷ്യ നല്ല ബന്ധം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ചെച്നിയയിൽ പുടിൻ സമാധാനം കൊണ്ടുവരും. അപ്പം അതിന് പകരമായിട്ട് ചെച്നിയയിൽ പല ഇളവുകളും പുടിൻ അനുവദിച്ചു കൊടുക്കും. അപ്പോൾ ഈ കദിറോവ് കുടുംബത്തിൻ്റെ അനുയായികളാണ് റഷ്യ ഭരിക്കുന്നത്. അവർ ഏകാധിപതികളായിട്ടാണ് ചെച്നിയെ ഭരിക്കുന്നത്. അവർക്ക് പുടിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. അപ്പോൾ പുടിൻ ധാരാളം സാമ്പത്തിക സഹായം ഈ ചെച്നിയക്ക് ചെയ്യും. അങ്ങനെ ചെച്നിയെ പുനർനിർമ്മിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു ഏരിയയാണ് ചെച്നിയ. അപ്പോൾ റഷ്യക്കകത്തുള്ള ഒരു മുസ്ലിം രാജ്യമാണ് ചെച്നിയ. അവിടെ റഷ്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ പുടിൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുക, അതായത് റഷ്യൻ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, റഷ്യയുടെ ബാക്കിയുള്ള വിശ്വാസങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന ഇസ്ലാമുണ്ട്. അതിനെയാണ് റഷ്യയിൽ ട്രഡീഷണൽ ഇസ്ലാം എന്ന് കാണുന്നത്. അതിന് റഷ്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സാമ്പത്തിക ആശയ എല്ലാ പിന്തുണയുണ്ട്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്ലാം റഷ്യയിലെ ഒഫീഷ്യൽ മതങ്ങളിലൊന്നാണ്. റഷ്യയിൽ ധാരാളം മതങ്ങളുണ്ട്. ഇപ്പോൾ ബുദ്ധന്മാരുണ്ട്, ക്രിസ്ത്യാനിറ്റി ഉണ്ട്, ജൂതന്മാരുണ്ട്. അങ്ങനെ റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംരക്ഷണമുള്ള ഒരു മതമാണ് ഇസ്ലാം. അപ്പോൾ പുടിന് ഇസ്ലാമിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നിൽക്കും. ഒന്നെന്ന് വെച്ചാൽ രാജ്യത്തിനകത്ത് എങ്ങനെ ഡീൽ ചെയ്യണം, ഒന്ന് രാജ്യത്തിൻ്റെ പുറത്ത് എങ്ങനെ ഡീൽ ചെയ്യണം. ഇനി പുടിൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയാണ്. മതങ്ങളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് പുടിൻ. അപ്പോൾ റഷ്യയിലെ ഭൂരിപക്ഷ മതമായ ഓർത്തഡോക്സ് മതവുമായിട്ട് പുടിന് നല്ല ബന്ധമാണ്. ഓർത്തഡോക്സിൻ്റെ എല്ലാ ഫെസ്റ്റിലും പുടിൻ ആക്റ്റീവായിട്ട് പങ്കെടുക്കും. അവിടുത്തെ ഓർത്തഡോക്സ് മെത്രാപോലീത്ത പാട്രിയാർക്ക് കിറിലുമായിട്ട് പുടിന് നല്ല ബന്ധമാണ്. അങ്ങനെ മതം വഴി ആ രാജ്യത്തെ കൺട്രോൾ ചെയ്യാനാണ് പുടിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ ബന്ധം തന്നെയാണ് പുടിൻ ഇസ്ലാമിനോട് പുലർത്തുന്നത്. ഇസ്ലാമിനോട് പുടിൻ പൊതുവെ ഒരു സഹായ മനോഭാവമാണ് പുലർത്തുന്നത്. അങ്ങനെ റഷ്യൻ മുസ്ലിങ്ങളെ പുടിൻ കാര്യമായിട്ട് കയ്യിലെടുക്കാൻ നോക്കുന്നുണ്ട്. അവർക്ക് ധാരാളം സാമ്പത്തികപരമായ സഹായമോ അല്ലാത്ത സഹായമോ എല്ലാം റഷ്യൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണാം റഷ്യയിൽ പല മോസ്കുകൾ പണിയാനും, അതുപോലെ ചെച്നിയയിൽ പല മോസ്കുകൾ പണിയാനും, ഖുറാൻ സെൻറ്റർ പണിയാനും എല്ലാം പുടിൻ്റെ കൈ അയച്ചുള്ള സഹായമുണ്ട്. അപ്പോൾ പുടിൻ വളരെ ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയാണ്. സ്വന്തം ജനങ്ങളെ മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാനല്ല, ഒന്നിച്ച് നിർത്താനാണ് പുടിൻ നോക്കുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ പുടിൻ ഇൻ്റർനാഷണൽ ലെവലിൽ റഷ്യ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്.
ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ പല സാംസ്കാരികമായ പ്രശ്നങ്ങളെ പുടിൻ എതിർക്കുന്നുണ്ട്. ഉദാഹരണം, പാശ്ചാത്യ രാജ്യങ്ങളിൽ കുടുംബ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭയങ്കര ഫെമിനിസം ഒക്കെ ഉണ്ട്. അതുപോലെ ഈ LGBT, സ്വവർഗരതി, ഇങ്ങനെയുള്ള ടെൻഡൻസികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ശക്തമായിട്ട് എതിർക്കുന്ന ഒരു ഐഡിയോളജിയാണ് പുടിൻ. പുടിൻ്റെ ഐഡിയോളജി എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളെയും കുടുംബ മൂല്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് റഷ്യൻ ഗവൺമെൻറ്റിൻ്റെ നയം. അതിൻ്റെ ഭാഗമായിട്ട് യാഥാസ്ഥിതിക മൂല്യങ്ങളെ ശക്തമായിട്ട് റഷ്യൻ ഗവൺമെൻറ് പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റഷ്യയിലെ ഇസ്ലാമിനെ റഷ്യൻ ഗവൺമെൻറ് കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ ഫെമിനിസം അടക്കമുള്ള വെസ്റ്റേൺ തിയറികൾ അവർ എതിർക്കുന്നുണ്ട്. പാശ്ചാത്യ രീതിയിലുള്ള സ്വവർഗ വിവാഹങ്ങൾ, സ്വവർഗ പ്രൈഡ് പരേഡുകൾ, ഇതിനെല്ലാം പുടിൻ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. ഇതിനെല്ലാം പുടിൻ ഇസ്ലാമിനെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒരു യാഥാസ്ഥിതിക ഭരണാധികാരിയായിട്ടാണ് പുടിൻ സ്വയം ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലെ വേറൊരു വിവാദപരമായ വിഷയമാണ് ബ്ലാസ്ഫമി അല്ലെങ്കിൽ മതനിന്ദ. ഇപ്പോൾ യൂറോപ്പിൽ എല്ലാവർക്കും മതനിന്ദയ്ക്ക് അവകാശമുണ്ട്. അപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും യേശു ക്രിസ്തുവിനെ, മുഹമ്മദ് നബീനെയൊക്കെ നിന്ദിക്കാറുണ്ട്. പലപ്പോഴും ബൈബിളും ഖുറാനൊക്കെ കത്തിക്കാറുണ്ട്. അപ്പോൾ യൂറോപ്പ് ഒരു പോസ്റ്റ് റിലീജിയസ് സൊസൈറ്റിയാണ്. അവരതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. പക്ഷെ ഇവിടെ പുടിൻ കൺസർവേറ്റീവായ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒപ്പമാണ്. പുടിൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഖുറാനെയോ പ്രവാചകനെയോ റഷ്യയിൽ അപമാനിക്കാൻ പാടില്ല. അങ്ങനെ അപമാനിച്ചാൽ ഭയങ്കര ശിക്ഷ കിട്ടും. അതുപോലെ ബൈബിളിനെ അപമാനിക്കാൻ പാടില്ല. അപ്പോൾ ഈ ബൈബിളുടെയും ഖുറാനെയൊക്കെ അപമാനിക്കുന്ന എതിർത്ത ഒരു രാജ്യമാണ് റഷ്യ. അപ്പോൾ അതിന് റഷ്യയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഭയങ്കര പോസിറ്റീവ് നെയിം കൊടുത്തു. കാര്യം പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഖുറാനെയൊക്കെ കത്തിക്കുമ്പോൾ പുടിൻ ക്രിമിനൽ കേസ് വെച്ച് അതിനെ എതിർക്കുന്നുണ്ട്. അതുപോലെ പുടിൻ്റെ കീഴിലെ ഗവൺമെൻറ് പല പ്രോ മുസ്ലിം ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പല രാജ്യങ്ങളിലെ മുസ്ലിം സിറ്റിസൻസിന് റഷ്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടാൻ എളുപ്പമാണ്. അതുപോലെ റഷ്യയിൽ മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് ഫോട്ടോ അപ്പിയർ ചെയ്യും. അതൊക്കെ പുടിൻ കൊടുത്ത ഇളവുകളാണ്. അങ്ങനെ പുടിൻ ഇസ്ലാമിക ലോകമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരിയാണ് പുടിൻ. ഇനി എന്താണ് പുടിൻ ഇങ്ങനെ പെരുമാറുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പം പുടിൻ്റെ ഒരു ഗുരു ഉണ്ട്, ഒരു റഷ്യൻ പൊളിറ്റിക്കൽ തിങ്കറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അലക്സാണ്ടർ ഡൂഗിൻ. അപ്പം അദ്ദേഹം കാണുന്നത് ലോകത്ത് പല ശക്തികളുണ്ട്. അതിൽ ഈ പാശ്ചാത്യ ശക്തിയും അമേരിക്കൻ ശക്തിയും റഷ്യൻ സംസ്കാരത്തിനും റഷ്യക്കും എതിരാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു മൾട്ടി പോളാർ വേൾഡ് വേണം, പല ശക്തികളുള്ളൊരു വേൾഡ് വേണം. അതിലൊരു ശക്തിയായിട്ട് അദ്ദേഹം കാണുന്നത് ഇസ്ലാമിനെയും ഇസ്ലാമിക രാജ്യങ്ങളെയുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുടിൻ റഷ്യക്കകത്തുള്ള മുസ്ലിംസുമായിട്ട് പുടിൻ നല്ല ബന്ധമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇസ്ലാമിനോട് വളരെ റെസ്പെക്ട് ചെയ്തൊരു നിയമവ്യവസ്ഥയാണ് റഷ്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു പോളിസിയാണ് നമ്മൾ റഷ്യയിൽ കാണുന്നത്. അതാണ് റഷ്യയിലെ മുസ്ലിങ്ങൾക്ക് പുടിൻ ധാരാളം ഇളവുകൾ കൊടുക്കുന്നത്. ഇനി ഇതേ പോളിസി തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഫോറിൻ പോളിസിയിൽ കാണാം. കാരണം വിദേശപരമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയൊക്കെയാണ് റഷ്യയുടെ ശത്രുക്കൾ. അപ്പോൾ റഷ്യയുടെ ഒരു ഫോറിൻ പോളിസി എന്ന് വെച്ചാൽ മുസ്ലിം രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക എന്നാണ്. ഇപ്പം പഴയൊരു റഷ്യൻ വിദേശകാര്യമന്ത്രിയുണ്ട്, പ്രിമാക്കോവ്. അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഡോക്ടറിനുണ്ട്, പ്രിമാക്കോവ് ഡോക്ടറിൻ. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യ അറബ് മുസ്ലിം രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിനാണ് റഷ്യ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് റഷ്യയുടെ വിദേശ നയത്തിൽ നമുക്ക് കാണാൻ പറ്റും, റഷ്യക്ക് മുസ്ലിം രാജ്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ്, മധ്യേഷ്യൻ രാജ്യങ്ങളായിട്ട് നല്ല ബന്ധമാണ്, പാലസ്തീന് റഷ്യ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇറാനിലെ ഭരണകൂടമായിട്ട് റഷ്യക്ക് നല്ല ബന്ധമാണ്. അവർ തമ്മിൽ വളരെ ക്ലോസ് ടൈസ് ഉണ്ട്. പരസ്പരം മിസൈലുകൾ അടക്കം കച്ചവടം ചെയ്യുന്ന വിശ്വാസമുള്ള ബന്ധമാണ്. സിറിയൻ ഗവൺമെൻറ്റായിട്ട് റഷ്യൻ ഗവൺമെൻറ്റിന് ഭയങ്കര ബന്ധമാണ്. അങ്ങനെ ആഗോളതലത്തിൽ പല മുസ്ലിം രാജ്യങ്ങളുമായിട്ടും റഷ്യ വ്യക്തമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. ഒരു മൾട്ടി പോളാർ വേൾഡിന് വേണ്ടിയാണ് റഷ്യ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ പുടിൻ്റെ നയങ്ങൾ വളരെ ആഴത്തി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പുടിൻ ഒരു മുസ്ലിം സ്നേഹിയോ ക്രിസ്ത്യൻ സ്നേഹിയോ അല്ല, സ്വന്തം താല്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അതിനു വേണ്ടി പുടിൻ പല ഒരു പൊടിക്കൈകൾ ഉപയോഗിക്കും. ഉദാഹരണം, ഇന്നത്തെ യൂറോപ്പിൽ പല മുസ്ലിം വിരുദ്ധ പാർട്ടികളുണ്ട്, വലതുപക്ഷ പാർട്ടികളുണ്ട്. അപ്പം അതിനാണ് നമ്മൾ അൾട്രാ റൈറ്റ് വിങ് പാർട്ടികൾ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെല്ലാം സഹായിക്കുന്ന റഷ്യയാണ്. ഇവർക്ക് പലർക്കും റഷ്യയിൽ നിന്ന് സാമ്പത്തികപരമായ സഹായവും ആശയപരമായ സഹായമുണ്ട്. അപ്പോൾ റഷ്യയുടെ നയം ഒരു ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല, റഷ്യയുടെ നയം അല്ലെങ്കിൽ റഷ്യയുടെ താല്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. അതിനു വേണ്ടി അവർ ഇസ്ലാമിനെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യും, ചിലപ്പോൾ ഇസ്ലാമിനെ എതിർക്കുന്ന പാർട്ടികൾ ഇവർ സപ്പോർട്ട് ചെയ്യും. ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ യൂറോപ്പിൽ മൊത്തം കുടിയേറ്റക്കാർക്കെതിരെ ഒരു വലതുപക്ഷ പാർട്ടികളുടെ ഉയർച്ചയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും കെയർഫുള്ളി എക്സാമിൻ ചെയ്താൽ മനസ്സിലാക്കാം,
ഈ പല മുസ്ലിം വിരുദ്ധ കുടിയേറ്റ പാർട്ടികളെയും സഹായിക്കുന്നത് റഷ്യയാണ്. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ റഷ്യക്കകത്ത് ഇപ്പോൾ മുസ്ലിം പ്രൊവിൻസുകളിൽ നിന്ന് ഇപ്പോൾ റഷ്യ ധാരാളം സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യൻ സൈന്യത്തിലെ ഏറ്റവും വലിയ ഒരു ഭയങ്കര ആക്രമണോത്സുക വിഭാഗമാണ് ചെച്ചൻ മുസ്ലിങ്ങൾ. അപ്പോൾ ചെച്ചനിയിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ധാരാളം പുടിൻ സൈന്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പുടിൻ മതപരമായ ഒരു അപ്പീലാണ് അവർക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റഷ്യയുടെ ദേശീയ ഗാനത്തിൽ ഇസ്ലാമിക ഗാനമെല്ലാം പുടിൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ചെച്ചനിയക്കാരൊക്കെ റഷ്യൻ സൈന്യത്തിൽ വളരെ ആക്റ്റീവായിട്ട് പൊരുതുന്നുണ്ട്. അവർ പുടിൻ്റെ ഉക്രൈൻ യുദ്ധത്തിൽ ഭയങ്കര വലിയ റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പുടിൻ ഇസ്ലാമുമായിട്ട് കൂടുന്നുണ്ട്, എന്ന ചില ഭാഗങ്ങളിൽ ഇസ്ലാമിനെ എതിർക്കുന്ന പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളൊരു യാഥാർത്ഥ്യം നോക്കുവാണെങ്കിൽ പുടിൻ്റെ ആക്രമണങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ സിറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് പേര് റഷ്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുടിൻ വളരെ കണ്ണിങ് ആണ്, വളരെ ബ്രില്യൻ്റ് ആണ്. സ്വന്തം ആവശ്യം വരുമ്പോൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു പുടിൻ കാണിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം ജിയോ പൊളിറ്റിക്സിൽ പല മുസ്ലിം രാജ്യങ്ങളെയും റഷ്യ ആക്രമിച്ചിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചെച്ചിനി അടക്കമുള്ള അല്ലെങ്കിൽ സിറിയ അടക്കമുള്ള ധാരാളം നിരപരാധികൾ പുടിൻ്റെ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പുടിൻ വളരെ ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയാണ്. ഒരു പഴയ KGB ചാരനാണ്, ഒരു ജൂഡോ വിദഗ്ധനാണ്, ഒരു നല്ല രാഷ്ട്രീയ ശകുനിയാണ്. അപ്പോൾ അങ്ങനെ പുടിൻ വ്യക്തമായിട്ട് സ്വന്തം രാഷ്ട്രീയം ഉപയോഗിച്ച് റഷ്യയുടെ ശക്തിക്കായിട്ട് പുടിൻ എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യക്ക് അകത്തുള്ള മുസ്ലിങ്ങളെയും അതുപോലെ റഷ്യക്ക് പുറത്തുള്ള മുസ്ലിങ്ങളെയും അപ്പീൽ ചെയ്യാൻ പലതും പുടിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ മുസ്ലിം വിരുദ്ധരാക്കി അവരുടെ കുറേ ആക്ഷൻസ് അങ്ങനെയായിരുന്നു. അങ്ങനെ മുസ്ലിങ്ങൾക്കിടെ ഒരു ഭയങ്കര സക്സസ് നേടാൻ പുടിൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക.